ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയം തിരുഹൃദയം വിചിന്തനം നാം തുടരുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ആനന്ദമുള്ള ഹൃദയമാണ് ദൈവമക്കൾക്ക് അഭികാമ്യം. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദിക്കുന്ന ഹൃദയമാണ്. അതുകൊണ്ടാണ് ദൈവമക്കളുടെ ഹൃദയവും ആനന്ദിക്കുന്ന ഹൃദയമായിട്ട് മാറണം. അപ്പോഴാണ് ഈശോയുടെ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയം രൂപപ്പെടുന്നതും രൂപാന്തരപ്പെടുന്നതും. സുഭാഷിതങ്ങൾ 23:15 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയം ആനന്ദമുള്ളതാണെങ്കിൽ അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കും. നമ്മുടെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമാകുമ്പോഴാണ് അതിന് ആനന്ദിക്കാൻ പറ്റുക. അങ്ങനെ ഒരു ഹൃദയം കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദം കൊള്ളും. ലൂക്കാ 10:21 നമ്മൾ കാണുന്നുണ്ട്, യേശു സൂചിപ്പിച്ചൊരു കാര്യം, അവൻ ആത്മാവിൽ ആനന്ദിച്ച് പ്രഘോഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. ലൂക്കാ 1:47 വായിച്ചാൽ മറിയം തൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നതിനെ കുറിച്ച് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ഇവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ആനന്ദമുള്ള ഹൃദയം. ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്ന മറ്റൊരു ചിന്ത ഇതാണ്, ആനന്ദത്തിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ്. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. നെഹെമിയ 12:43 വചനം, ദൈവം തന്നെയാണ് ആനന്ദ കാരണം. The reason for joy is God himself. അങ്ങനെയാണ് വചനം നമ്മെ പഠിപ്പിക്കുക. സങ്കീർത്തനം 16:11 വായിച്ചാൽ അവിടുത്തെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത. ദൈവ സാന്നിധ്യം നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് വന്ന് സമയം ചെലവഴിക്കാൻ സാധിക്കുമ്പോൾ ഈ ആനന്ദം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 8:56 വായിക്കുമ്പോൾ അബ്രാഹാം ദൈവത്തിൽ ആനന്ദിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 3:29-30 വചനങ്ങൾ എടുക്കുമ്പോൾ സ്നാപക യോഹന്നാൻ ദൈവത്തിൽ ആനന്ദിച്ചവനായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, തെറ്റായ കാര്യങ്ങളിൽ ആനന്ദിക്കരുത് എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആനന്ദമുള്ളവരാകണം, പക്ഷേ തെറ്റായ കാര്യങ്ങളിൽ ആനന്ദിക്കരുത്. ഏതാനും വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 18:31, അധമ വികാരങ്ങളിൽ, ഇംഗ്ലീഷിൽ പറയും ബേസ് ഡിസയേഴ്സ്, അധമ വികാരങ്ങളിൽ ആനന്ദം കൊള്ളരുത്. പ്രഭാഷകൻ 19:5, ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ദുഷ്ടത ചെയ്തിട്ട് അതിൽ ആനന്ദിക്കുന്ന വ്യക്തികൾ ഉണ്ടാകും, അവർ ശിക്ഷിക്കപ്പെടും. പ്രഭാഷകൻ 27:29, ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവർ കെണിയിൽ അകപ്പെടും. ഇന്ന് വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് എന്തെങ്കിലും തകർച്ച വന്നു എന്ന് കേൾക്കുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുന്ന വ്യക്തികളെ കണ്ടെന്നു വരും. ജോബ് 31:25 അവിടെ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് വാരിക്കൂട്ടുന്നതിൽ നീ ആനന്ദിക്കരുത്. അതല്ല, ദൈവത്തെ സമ്പത്തായി കാണുമ്പോൾ കിട്ടുന്ന ആനന്ദം, അതാണ് യഥാർത്ഥമായ ആനന്ദം. ജോബ് 31:29 വായിച്ചാൽ ശത്രുവിൻ്റെ നാശത്തിൽ നീ ആനന്ദം കൊള്ളരുത്. യെശയ്യാ 22:13-14 വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തീറ്റുകുടിയിൽ നീ ആനന്ദം കണ്ടെത്തരുത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം തെറ്റായ കാര്യങ്ങളിൽ ആനന്ദിക്കുന്നതിനെ കുറിച്ചുള്ള വചനഭാഗങ്ങളാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ശരിയായ ആനന്ദ കാരണങ്ങൾ. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 1 യോഹന്നാൻ 1:4 വചനം പറയുന്നുണ്ട്, ദൈവത്തിലുള്ള വാസം നമുക്ക് ആനന്ദം പകരും. സങ്കീർത്തനം 132:16 വചനം പറയാണ്, വിശുദ്ധിയിലുള്ള ജീവിതം നമുക്ക് ആനന്ദം പകരും. ലൂക്കാ 10:21 വായിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആനന്ദം പകരും. പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ശീർഷകം പോലും ആനന്ദ തൈലം എന്നുള്ള ശീർഷകമാണ്. അപ്പോസ്തല പ്രവർത്തനം 16:34 വായിച്ചാൽ യേശുവിലുള്ള വിശ്വാസം നമുക്ക് ആനന്ദം പകരും.
ആ കാരാഗ്രഹം സൂക്ഷിപ്പുകാരനും അവൻ്റെ കുടുംബാംഗങ്ങളും യേശുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചപ്പോൾ അവർക്ക് വലിയ ആനന്ദമുണ്ടായി എന്ന് അപ്പോസ്തല പ്രവർത്തനം 16 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജെറമിയ 31:11 മുതൽ വായിക്കുമ്പോൾ ദൈവത്തിലുള്ള വീണ്ടെടുപ്പ് നമുക്ക് ആനന്ദം പകരും. നമ്മുടെ പാപം മൂലം നമുക്ക് കൃപ നഷ്ടപ്പെട്ടെങ്കിൽ അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുമ്പോൾ ആ കൃപ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. അത് നമുക്ക് ആനന്ദം പകരും. 2 കൊരിന്തോസ് 7:9 ലൂക്ക 15:7 വായിച്ചാൽ അനുതാപം നമുക്ക് ആനന്ദം പകരും. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ലൂക്ക 10:17 മുതൽ വായിക്കുമ്പോൾ 72 പേര് ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വന്നു. അവര് ആനന്ദത്തോടെ സംസാരിക്കുന്നത് കാണാൻ പറ്റും. കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് ആനന്ദം പകരും എന്ന് മനസ്സിലാക്കിയിരിക്കാം. നമ്മളിനി ഒരു കോമൺ നിയോഗമായിട്ട് ഇന്ന് വെക്കുന്നത് കർത്തൃ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അവരെല്ലാവരും ഒരു പുതിയ അഭിഷേകം പ്രാപിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.